സമീപകാലത്ത് ലെബനിലെ ഏറ്റവും വലുതും ജനസാന്ദ്രതയേറിയതുമായ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പായ INL ഹിൽവേയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം മേഖലയിലെ സംഘർഷങ്ങളുടെ തീവ്രത വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തെക്കൻ തുറമുഖ നഗരമായ സിഡോണിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പിനെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു വർഷത്തിലേറെയായി തുടരുന്ന അതിർത്തി സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രയേലും ലെബനിലെ ശക്തമായ രാഷ്ട്രീയ സൈനിക വിഭാഗമായ ഹിസ്ബുള്ളയും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം ലെബനൻ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ഈ ആക്രമണത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കപ്പുറം ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്രപരമായ ഭാരം, ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പലസ്തീൻ അഭയാർത്ഥികളുടെ ദുരിതം, പ്രാദേശിക ശക്തികളുടെ ഇടപെടലുകൾ തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആക്രമണം നടന്നയുടൻ തെക്കൻ ലെബനിലെ INL ഹിൽവേ പ്രദേശത്തെ ഹമാസിന്റെ പരിശീലന കേന്ദ്രമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവിച്ചു. ഈ കേന്ദ്രം ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവരുടെ ആരോപണം. ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദം സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന സ്വതന്ത്രമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇസ്രയേൽ ഹമാസ് സംഘർഷം ഗാസയ്ക്ക് പുറമെ മറ്റ് അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് നൽകുന്നത്. ഇസ്രയേൽ സൈന്യം ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് ഡ്രോണുകളാണ്. ആക്രമണത്തിന്റെ രീതി തീവ്രവും ആസൂത്രിതവുമായിരുന്നു. ക്യാമ്പിനുള്ളിലെ ഖാലിദ് ബിൻ അൽ വാലിദ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു കാറിനെ ലക്ഷ്യമാക്കിയായിരുന്നു ആദ്യത്തെ ഡ്രോൺ ആക്രമണം. ഇത് ലക്ഷ്യത്തിലെ വ്യക്തികളെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമായിരിക്കാം. ഇതിന് തൊട്ടു പിന്നാലെ പള്ളിയും സമീപത്തുള്ള ഖാലിദ് ബിൻ അൽ വാലിദ് സെന്ററിനെയും ലക്ഷ്യമാക്കി 3 മിസൈലുകൾ കൂടി പതിച്ചു. ഒരു ആരാധനാലയത്തിന് സമീപം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഈ ആക്രമണത്തിന്റെ തീവ്രതയും അത് വരുത്തിവെച്ച ദുരന്തവുമാണ് മരണസംഖ്യ വർദ്ധിപ്പിക്കാൻ കാരണമായത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ച് കൊല്ലപ്പെട്ട 13 പേരും അഭയാർത്ഥി ക്യാമ്പിലെ താമസക്കാരായിരുന്നു. INL ഹിൽവേ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് ലെബനിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതുമായ ക്യാമ്പാണ്. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് പലസ്തീനിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നവരുടെ പിൻതലമുറക്കാരാണ് പ്രധാനമായും ഇവിടെ താമസിക്കുന്നത്. UNRWAയുടെ കണക്കുകൾ പ്രകാരം അതിഭീകരമായ ജീവിത സാഹചര്യങ്ങളും ഉയർന്ന ജനസാന്ദ്രതയുമുള്ള ഇടമാണിത്. കെയ്റോ കരാർ അടക്കമുള്ള ചരിത്രപരമായ ഉടമ്പടികളുടെ ഫലമായി ലെബനീസ് സൈന്യം ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്കകത്ത് പ്രവേശിക്കാറില്ല. ക്യാമ്പിന്റെ സുരക്ഷയും നിയന്ത്രണവും പലസ്തീൻ സായുധ വിഭാഗങ്ങളുടെ കൈകളിലാണ്. ഇത് ലെബനീസ് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു നിയമരാഹിത്യത്തിന്റെ ദ്വീപായി INL ഹിൽവേയിൽ നിലനിർത്തുന്നു. ഇത് പലസ്തീൻ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾക്കും വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഒളിത്താവളം ഒരുക്കാനും കാരണമാകുന്നു. ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഇവിടെ പ്രവർത്തന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഭരണപരമായ പ്രത്യേകതയാണ്. കടുത്ത ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, നിരന്തരമായ രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയാണ് INL ഹിൽവേയിലെ അഭയാർത്ഥികളുടെ ദൈനംദിന ജീവിതത്തെ നിർവചിക്കുന്നത്. ലെബനൻ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പരിമിതമായ അവകാശങ്ങളും കടുത്ത നിയന്ത്രണങ്ങളും അവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഇസ്രയേലും ലെബനൻ ആസ്ഥാനമായുള്ള ഷിയ സായുധ ഗ്രൂപ്പുകളും ഹിസ്ബുള്ളയും തമ്മിൽ പതിറ്റാണ്ടുകളായി അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 2006 യുദ്ധത്തിന് ശേഷം കനത്ത ഏറ്റുമുട്ടലുകൾ ഉണ്ടായില്ലെങ്കിലും അതിർത്തി കടന്നുള്ള ചെറിയ തോതിലുള്ള വെടിവയ്പ്പുകളും പ്രകോപനങ്ങളും പതിവായിരുന്നു. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയുടെ സുരക്ഷയ്ക്ക് ഹിസ്ബുള്ള എന്നും ഒരു വലിയ വെല്ലുവിളിയായി നിലകൊണ്ടിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അതിർത്തി സംഘർഷം കൂടുതൽ വഷളായി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ഒഴിവാക്കാനായി ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നിരുന്നു. ഒരു സമ്പൂർണ്ണ സമാധാന കരാർ അല്ലെങ്കിൽ പോലും അതിർത്തിയിൽ താരതമ്യേന ശാന്തമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ ഈ ധാരണ സഹായിച്ചിരുന്നു. ഈ ധാരണ നിലനിൽക്കെയാണ് INL ഹിൽവേയിൽ ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേൽ ലക്ഷ്യമിട്ടത് പലസ്തീൻ ഗ്രൂപ്പുകളെ ആണെങ്കിലും ലെബനൻ മണ്ണിൽ നടന്ന ഈ ആക്രമണം വെടിനിർത്തൽ ധാരണയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ പ്രതികരണവും ലെബനീസ് സർക്കാരിന്റെ നിലപാടും മേഖലയിലെ തുടർ സംഭവ വികാസങ്ങളിൽ നിർണായകമാകും. പലസ്തീൻ പ്രശ്നം ലെബനൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ഘടകമാണ്. സിറിയയുടെയും ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെയും പ്രാദേശിക ശക്തികളുടെയും ഇടപെടലുകൾക്ക് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ വേദിയാകാറുണ്ട്. ഇസ്രയേലിന്റെ അവകാശവാദം അനുസരിച്ച് INL ഹിൽവേയിൽ ഹമാസിന്റെ സാന്നിധ്യം ശക്തമാണ്. ഗാസ ആസ്ഥാനമായുള്ള ഈ സുന്നി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഇറാൻ സിറിയൻ അച്ചുതണ്ടുമായി ബന്ധമുള്ളവരാണ്. ഇസ്രയേൽ പലപ്പോഴും ഈ ഗ്രൂപ്പുകൾക്ക് നേരെ സിറിയയിലും ലെബനിലും ആക്രമണങ്ങൾ നടത്താറുമുണ്ട്. ഹിസ്ബുള്ളയെ പോലെ ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റു ഗ്രൂപ്പുകളും പലസ്തീൻ ക്യാമ്പുകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു പ്രധാന ഘടകമായിരുന്നു പലസ്തീൻ ഗ്രൂപ്പുകളുടെ സജീവ സാന്നിധ്യം. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സ്വയംഭരണം നൽകി കെയ്റോ കരാർ ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു ചോദ്യചിഹ്നമായി ഇന്നും നിലനിൽക്കുന്നു. ഇസ്രയേലിന്റെ ആക്രമണം ലെബനന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതായി കണക്കാക്കാമെങ്കിലും ക്യാമ്പുകളുടെ പ്രത്യേക പദവി ലെബനീസ് സർക്കാരിന് അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി പ്രതികരിക്കുന്നതിന് പരിമിതികൾ സൃഷ്ടിക്കുന്നു. INL ഹിൽവേയിൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടാം. പലസ്തീൻ അഭയാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുന്ന UNRWA ക്യാമ്പിനുള്ളിലെ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ അഭയാർത്ഥികളുടെ സുരക്ഷയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തും. തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സൈനിക നടപടികൾ സാധാരണക്കാരുടെ ജീവന് വലിയ ഭീഷണിയാകുന്നു. സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ലോകരാജ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. INL ഹിൽവേ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ തൽക്ഷണമായ നഷ്ടങ്ങളിൽ ഒതുങ്ങുന്നില്ല. ഈ ആക്രമണം ഇസ്രയേലും പലസ്തീൻ ഗ്രൂപ്പുകളും തമ്മിലുള്ള പോരാട്ടം ലെബനിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കാരണമായേക്കാം. ഇസ്രയേലിന്റെ നടപടിക്ക് ഹിസ്ബുള്ള എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. ശക്തമായ തിരിച്ചടി വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർക്കാൻ സാധ്യതയുണ്ട്. ലെബനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ വീണ്ടും സംഘർഷഭരിതമാവുകയും അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷ അപകടത്തിലാവുകയും ചെയ്യും. ലെബനൻ നിലവിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സൈനിക നടപടികൾ രാജ്യത്ത് കൂടുതൽ രാഷ്ട്രീയ സൈനിക അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം. ലെബനനിലെ INL ഹിൽവേ അഭയാർത്ഥി ക്യാമ്പിൽ നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണം പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരിക്കുന്ന സംഘർഷങ്ങളുടെ ആഴത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. 1948 പലായനത്തിന്റെ വേദന പേറി ജീവിക്കുന്ന അഭയാർത്ഥികൾ, പ്രാദേശിക ശക്തികളുടെ താൽപ്പര്യങ്ങൾ, ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ, വെടിനിർത്തൽ ധാരണയുടെ ദുർബലത എന്നിവയെല്ലാം ഈ ഒരൊറ്റ സംഭവത്തിൽ പ്രതിഫലിക്കുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ നടന്ന ഈ ആക്രമണം സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മേഖലയെ വീണ്ടും സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ പലസ്തീൻ അഭയാർത്ഥികളുടെ ചരിത്രപരമായ അവകാശങ്ങൾ അംഗീകരിക്കുകയും പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങൾ സന്തുലിതമാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.